അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാം സ്വീകരിക്കുന്ന അവസരത്തിൽ കഅബ് റളിയല്ലാഹു അൻഹു ഒരു ബൈത്ത് പാടി. ബാനത്ത് സുആദ് എന്ന് തുടങ്ങുന്നതായ ഒരു കവിത. സുആദ് കരഞ്ഞിരിക്കുന്നു. സുആദിനെ കരയിപ്പിച്ചത് പ്രണയമാണ്, അനന്തമായ പ്രണയമാണ്. ഇവിടെ കവി ആ പ്രണയം കാണുകയാണ്. സുആദിൻ്റെ കണ്ണുനീർ സർവ അനുരാഗികളെയും സുആദിൻ്റെ കണ്ണുനീർ കരയിപ്പിക്കുന്നു. സുആദിൻ്റെ കണ്ണുനീരെന്നെയും കരയിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ അനുരാഗത്തിനു കേവല ദൃസാക്ഷി മാത്രമായിരുന്നിട്ടും സുആദിൻ്റെ പ്രണയം എന്നെയും വലയം ചെയ്യുന്നു. കണ്ണുനീരിനെ ആരാണ് സ്വതന്ത്രനാക്കിയത്? തടവറ ഭേദിച്ച കുറ്റവാളിയെപ്പോലെ അത് സ്വൈരവിഹാരം തീർക്കുന്നതെന്താണ്? സ്വപ്നസഞ്ചാരികളെ, വഹബിൻ്റെ പുത്രിയുടെ സ്വപ്നം നിങ്ങളെ അതിജയിച്ചിരിക്കുന്നു. ഇതവരുടെ സ്വപ്നങ്ങളുടെ പുലരിയാണ്. കിസ്റയുടെ കരിങ്കൽ തൂണുകളെപ്പോലെ വിനയപുരസരാവുക, മുഖം കുത്തി താഴോട്ടു പതിക്കുക. പ്രണയപരവശനായി അലിഞ്ഞില്ലാതായിപ്പോയ സാവായെപ്പോലെ നിങ്ങളും സ്വന്തം സത്വത്തെ മറന്നുകളയുക. പാപികൾ അനുരാഗികളാവുന്നത് ഇപ്രകാരമാണോ? പ്രണയമൊരിളം പൂവിനെപ്പോലെ തളിർത്തു തുടങ്ങുമ്പോഴേക്കും അധർമ്മത്തിൻ്റെ മഴയതിൻ്റെ നിറം കഴുകിക്കളയുന്നു. അങ്ങനെ പ്രണയപുഷ്പം നഷ്ടമാകുന്നു. പിന്നെ പൂമ്പാറ്റകൾ പൂവ് കാണാതലയുന്നു. നിറമറ്റ പൂവിനെക്കുറിച്ച് മാത്രം എഴുതേണ്ടി വരുന്നു. സുആദിൻ്റെ കണ്ണുനീർ ഉൽപ്പത്തിക്കു മുന്നേ ഒഴുകിത്തുടങ്ങിയിരിക്കുന്നു. അത് സ്പർശിച്ചിടമൊക്കെയും സൗന്ദര്യമാണ്. പൂമരത്തെക്കാൾ ഭംഗി അവിടുന്ന് ചാരിവച്ച ഈന്തത്തടിക്കാണ്. വസന്തം വരിച്ച പൂന്തോട്ടങ്ങളെ ഒരു മരുഭൂമി നാണിപ്പിച്ചിരിക്കുന്നു. അനന്തസ്വർഗത്തിലെ മരതകങ്ങളെക്കാളും പ്രകാശം അവിടുത്തെ ഉദരത്തെ സ്പർശിച്ച കരിങ്കൽ ചീലിനാണ്. ദുർബലരായ കവികളെ നിങ്ങൾ അസൂയപ്പെടുക. സുആദിൻ്റെ കവിതയേക്കാൾ മനോഹരമായി മറ്റൊന്നും രചിക്കപ്പെടാനില്ല. അവിടുന്ന് തങ്ങളുടെ മേൽത്തട്ടം സമ്മാനമായി നൽകി. സുആദിൻ്റെ ഭാഗ്യത്തെ നക്ഷത്രക്കൂട്ടങ്ങളിൽ നോക്കി പ്രവചിച്ച് തീർക്കുവാനാവില്ല. ഇത് ആനന്ദാശ്രുക്കളാണ്. ഞാൻ ഈ അനുരാഗത്തിന് കേവല ദൃസാക്ഷി മാത്രമായിരുന്നിട്ടും സുആദിൻ്റെ പ്രണയം എന്നെയും വലയം ചെയ്യുന്നു. ഇത് ആനന്ദാശ്രുക്കളാണ്. സുആദിൻ്റെ പ്രണയം എന്നെയും വലയം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.